أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا മുഹമ്മദ്. ശ്രോതാക്കളെ, സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇറക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ സംശയങ്ങളൊക്കെ വന്നേക്കാം, കാരണം എനിക്കത്രേ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. അതുപോലെ തന്നെ പറയുന്ന സമയത്ത് വേറെ പലതും കടന്നു കൂടുകയും ചെയ്യാറുണ്ട്. എനിക്കെന്നെ അറിയുന്നതാണ്. അതെൻ്റെ ബലഹീനതയാണ്. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു 4 വാക്ക് പറയേണ്ടിയിരിക്കുന്നു. കാര്യമായിട്ടും നമുക്ക് പറയേണ്ടത് മുദബ്ബിറുൽ ആലം മഹാനരെ അതിൽ പെടുത്തരുത്. അതെന്നാ വീണ്ടും പറയാനുള്ളത്. അവർ ശരീഅത്തിൻ്റെ അഹ്ലുകാരെ ശരീഅത്തനുസരിച്ച് എന്നെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഹഖീഖിയായ നിലക്ക് അത് വേറെ അതിൻ്റെ അഹ്ലുകാരെയും നിയന്ത്രിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ജനാസന്നെ കൊണ്ടുവന്നു അത് ജീവനിട്ട് കൊടുത്തതിനെ പറ്റിയിട്ട് അതിന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളും പിന്നെ സഹാബത്തെ ക്രാമൊക്കെ കാണിച്ചതും അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയട്ടെ. ഒരു മന്ത്രരോഗം പിടിച്ച ഒരു മുതാലിമ് പല നിലക്കും കോഴിക്കോട് എല്ലാ ടെസ്റ്റും കഴിഞ്ഞും ഒരു നിലക്കും മാറൂല, ശരീരം നന്നായിട്ട് ബാധിക്കുമെന്ന് മെഡിക്കൽ കോളേജിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ വിസഗ്ഗരന്മാരായ ഡോക്ടർമാരും വിധി പറഞ്ഞത്. അപ്പോഴാണ് പഠിപ്പിക്കുന്ന ഉസ്താദ് ഒരു ബാക്കവിയാണ് സൈഫുനാൻ്റെ കൂടെ ഓതിയ ആളുക. അവർ പറഞ്ഞത് ഇതൊക്കെ മാറ്റാൻ മാത്രം കഴിവുള്ള ഒരു മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ നമ്മളെടുത്തുണ്ട്. അതൊക്കെ കിതാബ് തിരിയുന്നവരായിട്ടാണ് അങ്ങനെ മാറ്റാൻ കഴിവുള്ള ഒരു മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പറഞ്ഞത്. ഓൽക്കൊക്കെ തിരിയാതെ എന്തോ ആവശ്യത്തിന് എരിയത്ത് പോയി അത് വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതൊന്നും പറയാനുള്ള അധികാരം ഇയാൾക്കില്ല, അത് അള്ളാഹ്ക്കേ ഉള്ളൂ എന്ന് അറിഞ്ഞാണ്ട് പിന്നെ ഒരിക്കൽ പോലും എരിയത്ത് പോകാത്ത ചില ആൾക്കാരൊക്കെ വാതടിച്ചു വിടണമൊക്കെ കേൾക്കാം. ഓൾക്ക് അങ്ങനെ വാതടിക്കാമെന്ന് മാത്രമേ ഇപ്പം ഞമ്മക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. കാരണം എപ്പോഴോ ഒരു പോക്ക് പോയി ഇത് പരിശോധിക്കാൻ പോയതാണ്. പക്ഷേ അന്നേരം കിട്ടിയ മറുപടി മറ്റത് അത് വേണ്ടാന്ന്. അപ്പം ഇതൊന്നും പറയാനുള്ള അധികാരം ഇയാൾക്കില്ല. കാരണം മറ്റാൾ വായിച്ച കിതാബിൻ്റെ അകത്തതാണുള്ളത്. പിന്നെ അയാളത് പറഞ്ഞു. എന്നാൽ ഇതിൻ്റെ അപ്പുറം വേറെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാനൊന്നും അയാൾക്ക് കഴിവില്ല. അയാൾ കണ്ടതൊക്കെ സത്യമാണെന്ന് അയാളത് വിശ്വസിച്ച് അത്രേ ഇപ്പം അതിനെപ്പറ്റി പറയാനുള്ളൂ. അയാൾ കണ്ടതൊക്കെ സത്യമാണ്, അയാൾ കണ്ടതൊക്കെ ഉള്ളൂ എന്നും അയാളത് വിശ്വസിച്ച് അങ്ങനെ ഉണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില വിദ്യാർത്ഥികൾ ഓലെ കളി കണ്ടാ വിചാരിക്കുക ഭൗതികമായി ആത്മീയമായി ദർസിൽ കുറച്ച് ഒതുങ്ങിക്കൊണ്ടിരിക്കണവർ പിന്നെ ഓല കാണുന്നതിനെക്കാണ് മേലെ പിന്നെ ഒരു ദുനിയാവും ഇല്ല എന്നാണ് അവർ പറയൽ. പിന്നെ എപ്പോഴാണ് അവർ തിരുത്തൽ? കുറച്ചൊരു എഞ്ചിനീയറൊക്കെ ആയി പഠിച്ച് മുകളിലെത്തിയ ഒരു എഞ്ചിനീയറൊക്കെ ആയി അന്നേരം തോന്നുന്നത് ലോകത്താകെ എൻ്റെ കയ്യിൽ തന്നെ ആണെന്ന്. കുറച്ച് കഴിഞ്ഞ് വർക്കിനാട് ചെന്ന് വർക്കൗട്ട് നടത്തുന്ന സമയത്താണ് ഇത് തിരിയുക. ഞാൻ കണ്ടതിൽ അപ്പുറം ഉണ്ട് എന്ന്. അപ്പോഴാണ് ബുദ്ധിമാന്മാരായ എഞ്ചിനീയർമാരൊക്കെ അടുത്തുള്ള അവനാൻ്റെ പിന്നെ സീനിയർമാരെ കാണുകയും അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളെ കണ്ടിട്ട് സംശയ നിവാരണം വരുത്തുക. അതുവരെ അയാളും വിചാരിച്ച് ഞാൻ കണ്ടതിൽ അപ്പുറം ലോകമല്ല എന്നാണ്. എന്നതുപോലെ തന്നെ ദർസിൽ ഓതുന്നവർക്ക് അങ്ങനെ ഒരു തകരാറുണ്ട്. ഇത് വർക്കൗട്ട് അവിടെ ആരാ തിരിയുക? സംശയങ്ങൾ ചോദിക്കുമ്പോൾ തിരിയാതെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ അപ്പുറം ഉണ്ട് എന്ന് തിരിയാം. ഏതോട്ടെ അങ്ങനെ ഉണ്ട്. കാരണം എന്താ പറയുക, കിതാബ് മുഴുവനായിട്ടും 2 തരത്തിലുള്ള കിതാബുകളുണ്ട്. ഒന്ന് മറ്റേ ലിഖിത കിതാബ്, 2 അലിഖിത കിതാബ്. അലിഖിത കിതാബ് എന്താണ്? ഹഖീഖിയായ നിലക്കുള്ളത്. അതായത് അതിലേക്ക് എത്തണമെങ്കിൽ ലിഖിത കിതാബ് പൂർണ്ണമായിട്ടും ബൈഹാർട്ടാവണം. ആ കിതാബ് നോക്കി കളിക്കാനൊന്നും പറ്റൂല. അല്ലാണ്ട് തന്നെ നേരിട്ട് ഹൃദയത്തിൽ നിന്ന് എന്ത് വേണോ ലിഖിത കിതാബ് ദുനിയാവിൽ ഏതൊക്കെ ഉണ്ടോ അതിൽ നിന്നെല്ലാം തന്നെ മറുപടി പെട്ടെന്ന് പറയണം അജാതി ആളുകൾക്ക്. പിന്നെ ഹഖീഖിയായ ദർജയിലേക്ക് ഹഖീഖിയായ നിലക്കുള്ളതിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇത് ആര് കാണിച്ചിട്ടുണ്ട്? ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ സാഹിബ്. വലിമൈദീൻ ഭ്രാന്തം വലിമൈദീൻ എന്നാണ് പറയൽ. എന്നെ കോഴിക്കോട്ടുകാരെന്നാന്ന് നമ്മളൊക്കെ കേട്ട്. അവർ ബഹുമാനപ്പെട്ടവർ ആണത് കാണിച്ചത്. ഒന്ന് നമ്മൾ കോഴിക്കോട് കാണിക്കുന്നവർ, അങ്ങനെ പല ഭാഗത്തും പല ആളുകളും കാണിച്ചിട്ടുണ്ട്. അത് വേറെ വിഷയം. ഏതോ ആവട്ടെ, ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം പിന്നെ പതി ഉസ്താദ് കോഴിക്കോട് ഭാഗത്ത് മുജാഹിദിൻ്റെ വലിയ ശല്യം ഉണ്ടായപ്പം അതിനെ പ്രതികരിക്കാൻ വേണ്ടി വന്നതാണ്. പൂനൂർ പ്രസംഗത്തിൽ ഞാൻ വേറെ ഏതോ എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട് സംഭവം. പക്ഷേ ഓരോ സന്ദർഭോചിതമായിട്ട് ഓരോരുത്തർക്ക് എടുത്ത് വെക്കുന്നതാണ്. പിന്നെ വാദപ്പതി ഗണ്ണനത്തിന് പോകണം, അതിന് 10 ചോദ്യം മുജാഹിദ് കൊടുത്തിട്ടുണ്ട്. 7 മറുപടി മൂപ്പര് കിതാബും തന്നെ എടുത്ത് പിന്നെ പല കിതാബും എടുത്തു നോക്കി, ഒരു മറുപടിയും കിട്ടിയില്ല.
അതിൽ വിശർത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അസറിന് പുറപ്പെട്ടോളണം, എന്നാലേ മഗ്‌രിബ് ആകുമ്പോഴത്തേക്ക് പൂനൂരെത്തും. പഴയ കാലത്ത്. ഇപ്പോഴത്തെ അതല്ല, അപ്പം 2 മിനിറ്റ് പുറപ്പെട്ട അപ്പുറത്തെത്തി. അന്ന് അങ്ങനെയല്ല. അങ്ങനെ വിശർത്ത് ഇങ്ങനെ നിൽക്കുന്നവരാണ്. റംഗൂൺ ഹോട്ടലിൻ്റെ താഴത്തുള്ള പോസ്റ്റിൻ്റെ ചുവട്ടുന്ന ഒരു ബെയ്ത്ത്, അറബി ബെയ്ത്ത്, ഇന്നാലിന്ന കിതാബിൻ്റെ ഇന്നാലിന്ന പേജിൽ നിന്ന് ഇന്നാലിന്ന വരിയിലൂടെ വായിക്കണോന്ന്. പെട്ടെന്ന് പുറത്തേക്ക് നോക്കിയ പഴയ കഥാപുരുഷനാണ്. കാരണം എന്താ പറയുക, വേറൊന്ന് ഒപ്പിച്ചു മുമ്പിൽ സ്റ്റേജ് വന്ന് കണ്ടതാണ്. നോക്കണേരെ പെട്ടെന്ന് നോക്കി, കിതാബാണ് എഴുതിയിട്ടുണ്ട്, നോക്കിങ്ങോട്ടൊന്ന് കിതാബാണ്. ആ കിതാബിൻ്റെ അകത്ത് പേജ് എടുത്ത് നോക്കണ അതിലുണ്ട്. പെട്ടെന്ന് പുറത്തേക്ക് നോക്കി പിന്നെ ഖാദിമിനോട് ചോദിച്ചു, അവരെ കൂടെ നിൽക്കുന്ന അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളോട് ചോദിച്ചു. അപ്പോൾ ഓണം മനുഷ്യൻ അന്നപ്പോഴത്തേക്ക് എണീച്ച് നടന്നുകൊണ്ടാണ് കണ്ടത്. അപ്പോൾ ഓണം മനുഷ്യൻ എടാ താമസിക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു, അത് നമ്മൾ പ്രാന്തപ്പൊലി വൈദ്യനല്ലേ, അത് മസ്ജിദ് സഹാബൻ്റെ അപ്പുറത്ത് ആ ചളിയിലാണ് ഉണ്ടായിട്ടുണ്ട്, ആ ചേരിമല ആ കടക്കൽ എന്താട്ടെ. അങ്ങനെയാണ് പിന്നെ മൊയ്തീൻ സാഹിബിൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ടവർ രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈ മറുപടി കിട്ടിയത്. എത്രത്തോളം മുജാഹിദ് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി അതിൽ മാത്രം ഉണ്ട്. അതോടുകൂടെ പുതിയ ചോദ്യം മുജാഹിദിനോട് 25 കൊടുത്തു. അതും കിതാബ്, അതൊരു 6 വാല്യാണ്. ആ വാല്യത്തുനിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് നേരെ ചോദ്യവും കൊടുത്തു. മുജാഹിദ് ഇന്നത്തെ സെക്കൻഡ് വരെ, ഇപ്പോഴത്തെ ഈ സെക്കൻഡ് വരെ അതിന് മറുപടി അറിഞ്ഞില്ല. പിന്നെ ഓൾക്ക് നിഫാക്കിൻ്റെ അയലുകാർക്ക് ഇങ്ങനെ മുന്നേ അബ്ദുല്ലാഹിബിന് സലൂലിനെ പോലെ ഇങ്ങനെ വിളിച്ചറിഞ്ഞടക്കാമെന്ന് മാത്രമല്ലാതെ ചോദിച്ചതിന് ഒരു മറുപടി പറയൂല. മൻസൂർ മണ്ണാർക്കാടും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയൂല എന്നാവും. അതുപോലെ തന്നെ അമീർ ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഓലൊന്നും പറയൂല. നാളെ ഒരു നന്നാവുമല്ല എന്നും ഞമ്മക്കറിയില്ല. ഏതോ ആവട്ടെ, ഹഖീഖിയായ നിലക്ക് അങ്ങോട്ടെത്തൽ. അവിടാണ് ബഹുമാനപ്പെട്ടവർ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് മന്ത്രരോഗമാണ്. ആ കൂട്ടത്തിൽ ഇതായിട്ട് പറഞ്ഞേ ഉള്ളൂ. മന്ത്രരോഗം വന്ന് നേരെ സേവനാൻ്റെ അടുത്ത് പോയിട്ട്, അപ്പം നേരത്തെ ഉള്ള സുഹൃത്താണല്ലോ തമാശ പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറഞ്ഞു. അങ്ങനെ മന്ത്രരോഗം ഉടനെ പറഞ്ഞു, അവർക്ക് 3 ദിവസം ലീവ് കൊടുക്കൂ, ഞാൻ നാട്ടിൽ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം പേർക്കൊക്കെ കിട്ടേണ്ടതൊക്കെ കിട്ടി പുറത്ത് വന്ന് മോനോട് പറഞ്ഞു, മോനെ 3 ദിവസം ഈ ലീവ് എടുക്കാവൂ, ഈ രോഗം സുഖപ്പെട്ടാലില്ലെങ്കിലൊക്കെ എൻ്റെ അടുത്ത് വരണേ, കാരണം വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും, പിന്നെ ഈ വരണേ എന്ന് ഉപദേശിച്ച് മോനെ പറഞ്ഞു വെച്ചു. നാട്ടിലെത്തി ബാപ്പനോട് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ബാപ്പ പറഞ്ഞു, എനിക്കങ്ങനെ ഒരു വൈദ്യരെ അവിടെ പരിചയമില്ല. പിന്നെ ബാപ്പ തമാശ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളുണ്ട്, പിന്നെ ഇവർ പിന്നെ കൽപ്പറ്റ സൂഫിസ്താദ്. അവരിപ്പോൾ കോരങ്ങാട്ടാണ്. ഇപ്പം പിന്നെ ആണ്ട് തുടങ്ങാനായി. ഈ 22 മുതൽക്കാണ് ആണ്ട് തുടങ്ങുന്നത്. ആർക്കും സിയാറത്ത് ചെയ്യാം, ഇത് ചില്ലറ ആളല്ലാന്ന് ശേഖനാണ് കാണിച്ചു തന്നത് നേരിട്ട്. ആർക്കും സിയാറത്ത് ചെയ്യാം, എന്തോ ആട്ടെ. പൈസയൊന്നും കൊടുത്തോൾക്കൊന്നും പൈസൻ്റെ ആവശ്യമില്ല. ഇനി അവിടെ നാട്ടിലത്തെ പുരോഗമന പ്രവർത്തനം നടത്തുന്നതിനും അവിടെ അന്നദാനം കൊടുക്കുന്നതിനും സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നോ എല്ലാ പണിയും അവിടെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ സഹായിച്ചാൽ ഊനിയും കിട്ടും, കൊടുക്കണ്ടാത്തോ കൊടുക്കണ്ട, അത് വേറെ വിഷയം. എന്തോ ആട്ടെ, മഹാനയുടെ അടുത്ത് പെറുക്കെ പോയിട്ട് മോനെയായിട്ട് അവിടെ ചെന്ന് സലാം പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ടാ മറുപടി, ഇങ്ങോട്ടാ ചോദ്യം. ഇത് കോഴിക്കോട് നിന്ന് അയച്ചതല്ലേ, ഞാൻ ആ കേസ് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. നേരത്തെ ഒരു കാര്യവും ബഹുമാനപ്പെട്ടവർ ഇവരാരും പറഞ്ഞില്ല, പറയുന്നതിൻ്റെ മുമ്പ് ഇങ്ങോട്ടാ മറുപടി. അതാണ് ഔലിയാക്കൾ, ആരിഫീങ്ങളായ ഔലിയാക്കൾ എന്ന നെറ്റ്വർക്ക് അങ്ങനെയാണ്. അത് കമ്പിയും കാണൂല, മെഷീനും കാണൂല, മൊബൈലും കാണൂല, ഒരു സാധനവും കാണൂല. അതൊരു നെറ്റ്വർക്കിലാണ്, അതൊരു നെറ്റ്വർക്കാണത്. ആരിഫീങ്ങളായ ഔലിയാക്കൾക്ക് നെറ്റ്വർക്കുണ്ട്. അതുപോലെ തന്നെ ശൈഖുന വഫാത്തായ ദിവസം, വഫാത്തായ സമയത്താണ് ബഹ്റൈനിൽ വെച്ചിട്ട് വലിയൊരു പണ്ഡിതൻ, അത് ഉമ്മറിലാരോട് ചോദിച്ചാൽ മതി, മൂപ്പര് എന്നോടൊക്കെ അതാ പറഞ്ഞത്, എൻ്റെ നാട്ടിൽ വലിയ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹാൻ വഫാത്തായിട്ടുണ്ട് എന്ന്. ആടുന്ന് അറബിയ പറഞ്ഞു. ഉടനെ തന്നെ പെട്ടെന്ന് ഇവർക്ക് കിട്ടണം, മറുപടി കിട്ടണം. കാരണം ഇവർ കുടുംബ ബന്ധമുള്ളതാ, കെട്ടുബന്ധത്തിലൂടെ മറ്റും കുടുംബ ബന്ധമുള്ളവരാണ്. ഉടനെ തന്നെ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് ടെലിഫോൺ വന്ന് മടവൂർ മഹാനര് മുദബ്ബിറുൽ ആലം മഹാനര് വഫാത്തായിട്ടുണ്ട്. അരമണിക്കൂറിലയച്ചിന് ഇവർക്ക് ടെലിഫോൺ ആടെത്തുമ്പോൾ മറ്റേ മഹാൻ പറഞ്ഞ് വഫാത്തായ സമയം അന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്കൊക്കെ പണി കൂടുതലുള്ള ദിവസമാണ്, പെട്ടെന്ന് കൂടുതൽ വർത്തമാനത്തിന് കഴിയുന്ന ആരോടൊക്കെ അന്ന് പറഞ്ഞു. എന്തോ ആവട്ടെ, അതൊരു നെറ്റ്വർക്ക് വേറെയാണ്. അത് ഹഖീഖിയായ നിലക്കുള്ള നെറ്റ്വർക്കാണ്, ഹഖീഖിയായ നിലക്കുള്ള നെറ്റ്വർക്ക്. അങ്ങനെ ഈ മന്ദരോഗമുള്ള കുട്ടിക്ക് പിറ്റേന്ന് രാവിലെ കാല് നോക്കണ നേരം കാലിൻ്റെ മന്തൊന്നും കാണില്ല. ഏത് കാലിനാണ് മന്ത് ബാധിച്ചതെന്ന് വരെ തിരിയാണ്ടായിപ്പോയി. കുട്ടി നല്ല ആൺകുട്ടീനെ പോലെ തന്നെ പിറ്റേ തന്നെ വൈകുന്നേരം ഉസ്താദിൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു. ഉസ്താദും ചിരിച്ചു. കാരണം ഉസ്താദിന് അറിയാതെ മാറ്റാൻ പറ്റിയവരൊക്കെ ഉണ്ട്, അള്ള പടച്ചയിലുണ്ട്, അവർക്കൊക്കെ അധികാരം അള്ള കൊടുത്തിക്കണം. അത് മുദബ്ബിറുൽ ആലം എന്നതിന് മറ്റൊരു രൂപം ജനങ്ങൾക്ക് തെളിയിച്ചതാണ്. ഒരു ആലിമിൻ്റെ മുമ്പിൽ അങ്ങനെ കാണിച്ചിട്ട്, കാരണം ഞാനാണ് നിയന്ത്രിക്കുന്നത്.
കൽപ്പറ്റ സൂപ്പിയിൽ ആരെയും നിയന്ത്രിക്കുന്നത് ഞാനാണ്, മറ്റോ ഞാനാണ് നിയന്ത്രിക്കുന്നത്. എന്തോ ആട്ടെ. അപ്പോൾ ആ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അബദ്ധം വരും. അങ്ങനെ തന്നെ സ്വയംഭനെ കൽപ്പിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് നിന്ന് ഓർഡർ വന്ന് നമുക്ക് ഓർമ്മയുണ്ട്. നമ്മളെ സാലുക്ക പരിപ്പ് വാങ്ങിച്ച് പാണ്ഡ്യാലയിൽ വില ഉറങ്ങി പൂത്തിയച്ച് മാറ്റിയച്ച് സാധനം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടും വില കൂടാഞ്ഞപ്പോൾ സാലുക്ക എല്ലാ വിഷയവും സങ്കടം സൈബനാൻ്റെ അടുത്തുനിന്ന് പറയുന്ന മനുഷ്യനാണ്, എപ്പോഴും ബന്ധമുള്ള ആളുമാണ്. ചെന്നിട്ട് സങ്കടം പറഞ്ഞതാണ്, പരിപ്പിന് വില കുറഞ്ഞു, ഞാൻ വിൽക്കാണ്ട് വാക്കി വെച്ചിരിക്കുന്നു. അതായത് വില കൂടി കിട്ടിയൊന്ന് വിറ്റാളാൻ വിചാരിച്ചിട്ടാണ് പറഞ്ഞു. ഉടനെ മറുപടി വേറൊന്നാ, ഭക്ഷണ സാധനം പോയിത്തി വെക്കുകയോ? ഭക്ഷണ സാധനം പോയിത്തി വെക്കാൻ പാടുണ്ടോ? എല്ലാ ഗോഡൗണും ഇപ്പോൾ പരിശോധിക്കാൻ ഓർഡർ കൊടുത്തു. എല്ലാ ഗോഡൗണും പരിശോധിച്ചോളണം, പൂത്തിവെപ്പാരൊക്കെ കൈകാര്യം ചെയ്തോളണം. ആൾക്കാർക്ക് കാര്യം തിരിഞ്ഞ് ഇതെന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണ്ട് കഴിച്ചിലാവില്ല, കൽപ്പന പോയിക്കണമെന്ന് മൂപ്പരും കൊണ്ട് വന്ന് കിട്ടിയവർക്ക് വരപ്പിച്ച് വെച്ച് അയാൾ അടി വെച്ചിലാക്കി. രണ്ടിൻ്റെ അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണ് വന്നത്. ഇതൊന്ന് എല്ലാ ഗോഡൗണും പരിശോധിച്ചോളണം, ഭക്ഷണസാധനം പൂച്ചേക്കാൻ പാടില്ല. അന്ന് ഇന്ദിരാഗാന്ധിൻ്റെ കാലഘട്ടമൊക്കെ, ഇന്ദിരാഗാന്ധിയാണെന്ന് ഭരിക്കുന്നത്. അതുപോലെ തന്നെ മൃഗങ്ങൾ വെടിയൊക്കെ ഇരുന്ന് സേവനായിട്ട് എത്തുന്നതാണ് ഓർഡർ പോയത്. ഇന്ദിരാഗാന്ധിൻ്റെ ആമിയെ തന്നെ അതും ഓർഡർ വരുന്നത്. അത് വെറും ഇന്ദിരാഗാന്ധി മൂപ്പരേറ്റ് വന്നിട്ടുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. നിയന്ത്രിക്കുന്നത് ആരിഫ്യങ്ങളായ ഔലിയാക്കളാണ്. അതിൽ പ്രധാനിയാണ് ഇവർ. ആ അധികാരം അള്ള കൊടുക്കുന്നതാണ്. ഇപ്പം അസ്രായിൽ അലൈഹി ഇസ്ലാമിനെ, ഇനിയിപ്പം മീക്കായിൽ അലൈഹി ഇസ്ലാമിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. മടവൂരിന്ന് ഒരു ദിവസം സൈഫനാൻ്റെ അനുജൻ സൈനുദ്ദീൻ മുസ്ലിയാരെ മോളെ കല്യാണം ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞാൽ കല്യാണമാണ്. മഴ നല്ലോണം പെയ്തും കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ സൈനുദ്ദീൻ മുസ്ലിയാരെ മോന് അബൂബക്കർ സഖാഫി ഞാൻ ആഫീസിൻ്റെ അടുത്ത് അങ്ങനെയാണല്ലോ പറയുക, ആഫീസിൻ്റെ അടുത്ത് പോവുകയാണ്, മൂത്താഴ്ചൻ്റെ അടുത്ത് പോവുകയാണ്. എന്തോ പറയണമെന്ന് വെച്ചപ്പം ബാപ്പ പറഞ്ഞു ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ മൂപ്പര് ചെന്നാൽ ഒരു കുട്ടിക്കളി, ചെറിയ കുട്ടിയാണ്, ദർസിൽ ഓതുന്നേ ഉള്ളൂ, ചെറിയ കുട്ടി തന്നെയാണ്. അന്ന് ഇത്ര വയസ്സ് കുറവാണ്, എന്നാലും നല്ല ഈ പോക്കിരുത്തനുള്ള സ്വഭാവക്കാരനാണ്. എന്തും ചോദിക്കും, എന്തും പറയും എന്നുള്ള അവസ്ഥയിലുള്ള ആളും കൂടിയാണ്. എന്തോ ആട്ടെ, ആൾ ചെന്ന് ഇങ്ങനെ ഒക്കെ വർത്താൻ പറഞ്ഞു തന്നെ കല്യാണമുണ്ട്, ഉപ്പ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മഴ പെയ്യണമെന്ന്. നമ്മുടെ ചിത്തടിമേത്തലെ കല്യാണവുമായി ബന്ധപ്പെട്ട് മടവൂർക്ക് നിന്ന് നാളെ മഴ പെയ്യണ്ടാണ്. മടവൂർക്ക് നാളെ മഴ പെയ്യണ്ടാണ്. മടവൂർക്ക് മാത്രം പെയ്തിയില്ല, ബാക്കി എല്ലായിടത്തേക്കും പെയ്ത്. ആ ഓർഡർ കൊടുത്തായിരിക്കാം മീക്കായിൽ അലൈഹി ഇസ്ലാമിനാ. ഇത് അബൂബക്കർ സഖാഫിക്ക് അല്ല ഓർഡർ കൊടുത്ത് മീക്കായിൽ അലൈഹി ഇസ്ലാമിനെ അടക്കം ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ നാട്ടിലൊരു മഹാനും അങ്ങനെ കാണിച്ചിട്ടുണ്ട്. മഖാമിൻ്റെ പണി നടക്കുമ്പോൾ കുന്നമംഗലത്തെ പള്ളിയിൽ ഇരിക്കുന്ന പാത്താടി പാപ്പാരെന്ന് പറയും, അവരുടെ വലിയ മഹാനാണ് എന്ന് ശൈഖുന തന്നെ പറഞ്ഞതാണ്. അപ്പോൾ മകനാണ് നേരെ ബാക്കിലുള്ളത്, ഉമ്മയാണ് അതിൻ്റെ സെൻറ്ററിലുള്ളതും. 3 എണ്ണമാണ് അവിടെ ഉള്ളത്. 1 കാണൂല, 2 കാണുള്ളൂ. ഉപ്പ, ഉമ്മ, ബാക്കിൽ മകനാവുന്ന അബൂബക്കർ മുസ്ലിയാർ. അങ്ങനെ അബൂബക്കർ മുസ്ലിയാർ ഈ ഉപ്പാൻ്റെ മഖാമിൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കണം സമയത്ത് കോൺക്രീറ്റ് വന്ന കാലഘട്ടമാണ്. ആ പണിയെടുത്ത ആശാരിയാണ് എന്നോട് പറഞ്ഞത് ഈ കഥ. അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കണ മഴ തുടങ്ങിയപ്പം ആശാരി വേദന അറിയിച്ചു, പാപ്പേ മഴ ദുനിയാവിന് ആവശ്യമാണോ, അത് പെയ്തോട്ടെ, നമ്മൾ ഇവിടേക്ക് വേണ്ടെന്നല്ലുള്ളൂ. ശരി, അത് ഇയാളോടാണ് പറഞ്ഞതെങ്കിലും കൽപ്പന പോയത് മീക്കായിൽ അലൈഹി ഇസ്ലാമിനാണ്, ഇവിടേക്ക് പെയ്യണ്ടാണ്. കുന്നമംഗലം അങ്ങാടിയിൽ മഴ പെയ്തിട്ട് കുത്തിയൊലിച്ച വെള്ളത്തിന് കണക്കും കഴിയൂല. പക്ഷേ അതിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിപ്പറമ്പിലേക്ക് ഒരു തുള്ളി പെയ്തില്ലാന്ന് പറഞ്ഞാൽ അതാണ് നിയന്ത്രണം. ആരിഫീങ്ങളായ ഔലിയാക്കളുടെ നിയന്ത്രണം. അത് മലായിക്കത്തെ ക്രാമിനെയും നിയന്ത്രിക്കുന്നു, ലോകത്തുള്ള സർവ്വവർണാധികാരികളെയും നിയന്ത്രിക്കുന്നു. അമേരിക്കയിൽ മാറ്റം വന്ന് ഇവിടുന്ന് സേവന പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിറങ്ങി. അമേരിക്കയിൽ മാറ്റം വന്ന് അയാഴ്ച എല്ലാത്തിലും നടക്കണം അല്ല, അതിൻ്റേതായ ഒരു റൂട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അക്രമകാരികൾ അക്രമം അതുണ്ടാക്കുമെന്ന് വ്യക്തമാണ്. അതാണ് മലായിക്കത്തെ ക്രാം പ്രതിനിധിയെ പഠിക്കുന്ന സമയത്ത് ചോദിച്ച സമയത്ത് പറഞ്ഞത്, ഇച്ഛാതി രക്തം ചെന്ന്. കാരണം പലസ്തീനും അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ പോലാത്ത സ്ഥലങ്ങളാണല്ലോ. എല്ലാം മൊത്തത്തിൽ കണ്ടപ്പം കണ്ട് രക്തം ചിത്തുന്ന വർഗത്തിനാണോ പഠിച്ചാണ് ഈ പഠിക്കണമെന്ന് വെച്ചപ്പോൾ ഇനി ആയാലും വലാത്ത കാലമാണ്.
നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഒന്ന് വെച്ചുണ്ട് നിങ്ങൾ കാണിക്കലാണ്. അതാണ് എൻ്റെ ഒരു മാന. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ എടുത്തണ്ട് വെച്ചതെന്ന്. പിന്നെ വേറെ ഇതൊക്കെ നടക്കും. അതിൻ്റെ ഇടയിൽ നല്ല എന്നെ വിശ്വസിച്ചും കൊണ്ട് തന്നെ അതേപോലെ പ്രവർത്തിക്കുന്ന മഹാന്മാരായ ആളുകളുമുണ്ട്. എൻ്റെ ഹബീബുമുണ്ട്, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നേരെ പറഞ്ഞത് സുജൂദ് ചെയ്താളാം. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ നടന്നപ്പം പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ പേര് ചോദിക്കലും പറഞ്ഞു കൊടുക്കലും മലായിക്കത്തെ ഇക്റാമിന് കിട്ടിയില്ല. ഇനി അയലമോ മാലാത്തായാലമോ. അതാണ് വെറുതെ വിളമ്പുന്ന മൗലിയാമാരോട് നമുക്ക് പറയാനുള്ളത്. വേണ്ടാത്തത് അതൊരു മഹാനെ പറ്റിയിട്ട് അങ്ങനൊന്നുമില്ല. അത് പഞ്ചായത്ത് ഭരിക്കുമ്പോൾ ഒന്നും പറയണ്ട. അത് ഇനി അയലമോ മാലാത്തായാലമോ. അങ്ങനെ തന്നെ പിന്നാണല്ലോ പിന്നെ ഇതിന് ചുറ്റലും പിന്നെ ബൈത്തുൽ മാമൂറിനെ ചുറ്റലൊക്കെ ഉണ്ടായത്. എന്തോ ആവട്ടെ, പിന്നീട് സംഭവിച്ചത് പുറത്തായി. അപ്പം ഈ രക്തം ചിന്തൽ നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ അഖിലുകാർക്ക് അതങ്ങനെ കളിക്കും. വിചാരിച്ച അത് നടന്നില്ലല്ലോ, ഇത് നടന്നില്ലല്ലോ, ഞമ്മക്ക് ഇവിടെ സ്വർഗം പണിയില്ല, മാപ്പിളാർക്ക് സ്വർഗം പണിയില്ല എന്ന് ഉറപ്പാ ദുനിയാല്. ആ ദുനിയാ സിജിൽ മുഅ്മിൻ ജന്ന കാബർ എന്ന് പറഞ്ഞ് പിന്നെ എങ്ങനെ അത് സ്വർഗം പഠിച്ചു കൊടുക്കലുണ്ടാകുക? അപ്പം അതൊക്കെ ഉണ്ടാവും, ഇല്ലാത്തതല്ല പറഞ്ഞത്. പക്ഷേ നിയന്ത്രണം റബ്ബിൻ്റെ അടുത്തുനിന്നുള്ള ആ നിയന്ത്രണം നടപ്പാക്കുന്ന റബ്ബിൻ്റെ ആരിഫ്യങ്ങളായ ഔലിയാക്കളാണ്. അതിൻ്റെ തെളിവ് 100,000 എണ്ണം പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറയാം. അതോടുകൂടെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്തതും വരും. ഇൻഷാ അല്ലാഹ് സിറാജുദ്ദീൻ എന്നവരെ ഭാര്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് അത് അടുത്തത് ഞാൻ വേറെ